ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രതിഷ്ഠ തന്നെ മറച്ചു വയ്ക്കുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടണം. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം സത്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. വെള്ളാപ്പള്ളിക്ക് ചില സമയത്തൊക്കെയാണ് ബോധം കൂടുതലുണ്ടാകുന്നത്. അത് ഉള്ളിൽ കൂടിയിട്ട് പുറത്തു വരികയും ചെയ്യും. 5 ദിവസം കൊണ്ടാണ് ഇത് തുറന്നു പറയണമെന്നുണ്ട്. പക്ഷേ കാരണം ചിലത് നഷ്ടപ്പെടാനുണ്ട്. ആ നഷ്ടപ്പെടാൻ ഉള്ളത് കൊണ്ടാണല്ലോ പ്രബല സമുദായ സംഘടനകളുടെ നേതാക്കന്മാർ എന്ത് തോന്നിവാസം ചെയ്താലും ഭരിക്കുന്ന കക്ഷിക്കും അവർ നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡിനും എതിരായിട്ട് പറയാതിരിക്കുന്നത്. അപ്പം ഏതായാലും 5 ദേവസ്വം ബോർഡുകളാണ് കേരളത്തിലുള്ളതല്ല. മലബാർ, കൂടാൽമാണിക്യം, ഗുരുവായൂർ, കൊച്ചി, തിരുവിതാംകൂർ. അപ്പം ഈ 5 ദേവസ്വം ബോർഡിലും ഉള്ള ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾ പോലും ഒളിച്ചു കടത്തും എന്ന വിധത്തിലാണ് ഇപ്പം വെള്ളാപ്പള്ളിയുടെ ദൈവത്തെ എല്ലാ സമുദായ സംഘടന നേതാക്കന്മാർക്കും ഉള്ളിൽ ഈ അഭിപ്രായം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രതികരണം ഇത്ര പോരാ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ കാലത്തും ഇതേപോലത്തെ കാര്യങ്ങൾ മുന്നോട്ട് വരും. പക്ഷെ പറഞ്ഞത് സത്യമാണ്. അത് സുകുമാരൻ നായർ സാറ് പറഞ്ഞാലും വെള്ളാപ്പള്ളി സാറ് പറഞ്ഞാലും പുന്നല ശ്രീകുമാർ സാറ് പറഞ്ഞാലും ഏത് ആൾക്കാർ പറഞ്ഞാലും ശരി അംഗീകരിച്ചേ പറ്റൂ. അതൊരു സത്യമാണ്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ പറയാൻ എന്തുകൊണ്ട് മടി കാണിക്കുന്നു? അത് മടി കാണിക്കുന്നത് ഇനി അവിടെ ഇനി ഒന്നും കടത്താനില്ല എന്ന രീതിയിൽ അവിടുത്തെ അയ്യപ്പ ഭക്തർ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരം പ്രസ്താവനയുമായി. കാരണം നഷ്ടപ്പെടാൻ പലതുമുണ്ട്. സമുദായ സംഘടനാ നേതാക്കന്മാർക്ക് സമുദായങ്ങൾക്കല്ല, സമുദായ സംഘടനയുടെ മുകളിലിരിക്കുന്നവർക്ക് നഷ്ടപ്പെടാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതുമുണ്ട്. അതുകൊണ്ട് അവർ സൂക്ഷിച്ചിട്ടേ ചെയ്യുള്ളൂ. ഒരു നിവൃത്തിയില്ലാത്ത സമയത്ത് അറിയാതെ ചിലപ്പോൾ ദൈവങ്ങൾ അവർക്കൊണ്ട് പറയിപ്പിക്കും. എന്ത് സംഭവിച്ചാലും ഉണ്ടല്ല ഞാനിത് തുറന്ന് പറയുന്നുള്ള രീതിയിൽ ചോദിക്കും. ആരുടെ പ്രതിനിധിയായിരുന്നു ശ്രീകുമാർ എന്നൊരു വ്യക്തി? ആരുടെ പ്രതിനിധിയായിരുന്നു സോമൻ എന്ന് പറഞ്ഞ വ്യക്തി? ഓരോ സമുദായ സംഘടനകളും ഓരോ കാലത്ത് അവരുടെ പ്രതിനിധികളെ ദേവസ്വം ബോർഡിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? അവരിൽ എല്ലാവർക്കും ഇപ്പം കൈ കഴുകാൻ സാധിക്കുമോ? അവരെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നാറുന്ന സമുദായ സംഘടനകൾ കൂടിയായിരിക്കും. അതുകൊണ്ട് അവർക്കെതിരായിട്ട് ചില സമയത്ത് പറഞ്ഞേ പറ്റൂ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് വിരൽ ചൂണ്ടുന്നത് ദേവസ്വം ബോർഡ് മെമ്പർമാരിലേക്ക് കൂടിയിട്ടാണ്. അത് ഇപ്പം ഗുരുവായൂരിലെ പ്രശ്നമാണ് പൊങ്ങി വന്നെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ ആളുകളെ ഒരു ഗുരുവായൂരല്ല, പിന്നെ ശബരിമല മാത്രമല്ലല്ലോ, ശബരിമലയുടെ പ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏതൊക്കെ വലിയ ക്ഷേത്രങ്ങളുണ്ടോ അവിടെ മുഴുവൻ വൻ അഴിമതി നടന്നിട്ടുണ്ട്, മോഷണം നടന്നിട്ടുണ്ട്. അല്ല, അതാണ് ഇത് അദ്ദേഹം വ്യക്തമാക്കുന്നത്. 5 ദേവസ്വം ബോർഡിൽ ഇപ്പോൾ ഒരു ദേവസ്വം ശരിയാണെന്ന് പറയാനില്ല. അപ്പോൾ ഇവിടുത്തെ മുഴുവൻ നടന്നിട്ടുണ്ട്. ഇതേപോലെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് നടന്നിട്ടുണ്ട്. മലബാർ ദേവസ്വം ബോർഡിൽ വ്യാപകമായിട്ട് വെറും പ്രതിഷ്ഠ സ്വർണം മാത്രമല്ല അടുത്ത ഭൂമി പോലും. ഇപ്പോൾ വയനാട്ടിലെ ഏക്കർ കണക്കിന് ഭൂമി മഴ കുറച്ചുകൂടി കൊടുക്കാൻ വേണ്ടി തീരുമാനം എടുത്തിട്ടില്ലേ? അതിനിടയിൽ ഇത് കണ്ടുപിടിച്ചത് കൊണ്ട് ഇപ്പം അവിടെ ചവിട്ടിയമർത്തി വെച്ചിരിക്കുകയാണ്. അപ്പം മലബാറിലാണെങ്കിലും ഏത് ദേവസ്വം ബോർഡാണെങ്കിലും ഇവിടെ എല്ലാം ഇതേപോലത്തെ പ്രശ്നങ്ങൾ സൂക്ഷിച്ചിട്ട് നിരീക്ഷണം നടത്തുകയാണെങ്കിൽ, സൂക്ഷ്മതയോടുകൂടി നോക്കുകയാണെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ എല്ലാം ചെറുതും വലുതുമായുള്ള ക്ഷേത്രങ്ങളിൽ മുഴുവൻ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് കൊള്ള നടന്നിട്ടുണ്ടാവും, ഉറപ്പാണ്. വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ കൂടുതൽ നടന്നു. ഇതിലൊന്നും ആദ്യമേ തന്നെ പറഞ്ഞതാണ്, ഈ ക്ഷേത്രങ്ങളിലൊന്നും തന്നെ ഓഡിറ്റ് നടന്നില്ല. ഓഡിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിട്ടില്ല. ഭണ്ഡാരണ്യൻ്റെ കണക്ക് സമയത്തിന് കൊടുത്തിട്ടില്ല. ചാക്കിലാക്കി എവിടേക്ക് കൊണ്ടുപോകണമെന്നുള്ളത് ദേവസ്വം ബോർഡ് എന്ന പേരിൽ ഒരു കൂട്ടുകച്ചവടമാണ്. അത് കൂട്ടുകച്ചവടമാണിത്. അതിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് പങ്ക് ഉണ്ട് എന്നുള്ള സത്യമാണ്. ഉന്നതരായുള്ള ഉദ്യോഗസ്ഥർ പങ്കുണ്ട്.
നിഷ്പക്ഷമതികളായുള്ള ആൾക്കാർക്ക് പങ്കില്ലെങ്കിൽ അവരുടെ വായ മൂടിക്കെട്ടി ഇരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ദൈവത്തിൻ്റെതാണ്, ഞാനതിൽ നിന്ന് എടുക്കാൻ പാടുള്ള ആത്മാർത്ഥമായിട്ട് ദൈവത്തിനെ വിശ്വസിക്കുന്ന, അതിനെ സ്വരൂപിച്ച ആൾക്കാരുണ്ടാവും. അവരൊരു പക്ഷേ ഇതിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവരെ ഭയപ്പെടുത്തി നിർത്തിയിട്ടുണ്ടാവും. കാരണം യൂണിയൻ്റെ അതിപ്രസരം ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഉണ്ട്, ഈ ദേവസ്വം ബോർഡുകളിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ അഴിമതിയിൽ നിങ്ങളെ കരുക്കളാക്കും, ഇതെല്ലാം പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. കാരണം എല്ലാ സ്ഥലത്തും യൂണിയൻകാർ തന്നെയാണ് ചെയ്യുന്നത്, പല യൂണിയൻ്റെ ആൾക്കാർ. അപ്പം ഇതേപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളും ഇപ്പോൾ ഒരുവിധം വലിയ വലിയ ക്ഷേത്രങ്ങൾ 10-16 ജീവനക്കാരുണ്ട്, 16 അല്ല അതിൽ കൂടുതൽ ജീവനക്കാരുള്ളതുണ്ട്. അതിൽ പൂജാരികളുണ്ട്, പിന്നെ അവിടെ അടിച്ചുതളിക്കാരുണ്ട്, ഇതേപോലത്തെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, ക്ഷേത്രത്തിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പം അവിടുത്തെ എന്ത് അടിച്ചു മാറ്റിയാലും ഇവർക്കെല്ലാവർക്കും പങ്കാളികളാണെന്നുള്ളത് ഉറപ്പാണ്. പുറത്ത് ഓഫീസ് വിട്ടിരിക്കുന്ന ആൾക്കാർക്കും പങ്കുണ്ട്, അവരും കൂടി അറിഞ്ഞിരിക്കും. അപ്പോൾ അവരെ നിയമിക്കുന്ന ആൾക്കാർക്ക്, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർക്ക് ഇവർക്ക് പങ്കുണ്ടാവില്ലേ? ഉണ്ടാവും. ദേവസ്വം ബോർഡിന്റെ ഒരു ആവശ്യമുണ്ടോ? അങ്ങനത്തെ ഒരു ദേവസ്വം ബോർഡിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അതും കൂടി പറയാം. ഇവർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ തന്നെ ഒരു കാലത്ത് ഹൈന്ദവർ വലിയ രീതിയിൽ തന്നെ ഐക്യമില്ലാതിരുന്നു. കാലം മാറിയിട്ടുണ്ട്. കാലം മാറുന്നതനുസരിച്ച് ഈ സംഘടനകൾക്കും എന്തുകൊണ്ട് മാറ്റം വരുത്തണം. ദേവസ്വം ബോർഡ് അല്ലാത്ത ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് ക്ഷേത്രങ്ങളെ ഭരിക്കാൻ പാടില്ല. ശരിക്കും ദൈവത്തിനെ ഭരിക്കുന്ന തുല്യമല്ല ക്ഷേത്രങ്ങളെ ഭരിക്കുക എന്നുള്ള ക്ഷേത്രങ്ങളെ ഭരിക്കുക എന്നുള്ള വാക്ക് തന്നെ തെറ്റാണെന്നാണ്. അതിനൊരു പ്രത്യേകിച്ച് കണ്ടുപിടിച്ചിട്ട് ക്ഷേത്രങ്ങളെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥിതിയിലേക്ക് എത്തണം. അതിന് ബോർഡിൻ്റെ ആവശ്യമുണ്ടോയെന്നും തോന്നുന്നില്ല. അല്ലാതെ തന്നെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം കണ്ടെത്തി അതിനെ കേന്ദ്രം ഇടപെടണമെന്നാണ് നമ്മൾ പറയുന്നത് ഈ കാര്യത്തിൽ. ഈ ദേവസ്വം ബോർഡിലെ ആൾക്കാർ സൂചിപ്പിക്കും പോലെ ഒരു കാലത്ത് ക്ഷേത്രങ്ങളിൽ തിരിവെക്കാൻ പോലും ആളില്ലാതിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അവിടെയുള്ള യുവാക്കളും അതോടൊപ്പം തന്നെ പലരും ഉദ്യോഗസ്ഥരും എല്ലാം സംഘടിച്ച് അവിടെയെല്ലാം മികച്ച രീതിയിൽ പോകുന്ന ക്ഷേത്രങ്ങളുണ്ട്. മലബാറില് ആദ്യം തുടങ്ങിയത് ക്ഷേത്രങ്ങളിൽ തിരിവെക്കണം എന്നുള്ളത് കേളപ്പജിയിൽ കൂടിയിട്ടാണ് വരുന്നത്. മലബാറിലെ തകർന്നടിഞ്ഞ ക്ഷേത്രം, ആ ക്ഷേത്രം അദ്ദേഹം ഒരു യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കേരള ഗാന്ധിയാണ് അദ്ദേഹം. കേരള ഗാന്ധി എന്ന് അറിയപ്പെട്ടത് കെ കേളപ്പൻ സർവോദയ നേതാവായിരുന്നു. അദ്ദേഹം ഒരു കല്യാണത്തിന് പോണ സമയത്താണ് മലബാറിലെ മലപ്പുറം ജില്ലയിൽ, അന്നത്തെ മലപ്പുറം ജില്ലയല്ല, അന്നത്തെ കോഴിക്കോട് ജില്ലയാണ്, അത് പാലക്കാട് ജില്ലയുടെ അതിർത്തി. അവിടെ അദ്ദേഹം അന്ത്യത്തിരി കത്തിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു സ്ഥലം, ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയാണ്. അതിൻ്റെ മുകളിൽ വെച്ച് മീൻ കച്ചവടം ചെയ്യുകയാണ്. അത് പ്രതിഷ്ഠയുടെ മുകളിലായിരുന്നു, ആ തകർക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ തളിയൽ ക്ഷേത്രം. അവിടെ നിന്നും അദ്ദേഹം കല്യാണത്തിന് പോകാതെ എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ആ ചവറൊക്കെ ഒന്ന് മാറ്റി. അപ്പോഴേക്ക് അവിടുത്തെ ഹാലിളകി ആൾക്കാർ. അദ്ദേഹം അവിടെ തന്നെ നിന്നിട്ട് പറഞ്ഞു, ഈ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെടണം. ചുരുക്കി പറഞ്ഞാൽ അത് വിവരിച്ചു കഴിഞ്ഞാൽ ധാരാളം സമയം പോകും. അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെ, ഭക്തന്മാരെ സംഘടിപ്പിച്ചു. ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. EMS ആയിരുന്നു മന്ത്രി, ബിച്ചവാവിയായിരുന്നു റവന്യൂ മന്ത്രി. അറസ്റ്റ് ചെയ്ത് ജയിലിട്ട് ഹിന്ദു സമൂഹം സംഘടിച്ചു. വൻ സമരം നടന്നു. കലക്ടർ ഓർഡർ ഇട്ട് ഒരു കാരണവശാലും അനുവദിക്കില്ല. സംഘടിത ഹിന്ദു സമൂഹത്തിൻ്റെ മുമ്പിൽ അവസാനം മുട്ടുകുത്തി ഇതിനെതിരായിട്ട് മുദ്രാവാക്യങ്ങൾ വന്നു. ക്ഷേത്രം പുനരുദ്ധരിച്ചു. എന്തായാലും അതായിരുന്നു കേരളത്തിലെ ക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ തുടക്കം എന്നുള്ളതാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചതാണ് മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി എന്നുള്ളത്. അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർ അടക്കമുള്ള ആൾക്കാർ, കുട്ടിമാളമ്മ, VM കൊറാത്ത്, കർമ്മൽ കൃഷ്ണൻ, ഇതേപോലത്തെ പ്രമുഖരായുള്ള വ്യക്തികൾ മുഴുവൻ ചേർന്നുകൊണ്ടാണ് ശക്തിയുള്ള. അതാണ് പിൽക്കാലത്ത് അടിയന്തരാവസ്ഥ സമയത്ത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയാക്കി മാറ്റിയതും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അന്ത്യത്തിരി കത്തിക്കാൻ നിവൃത്തിയില്ലാത്ത ക്ഷേത്രങ്ങൾ മുഴുവൻ ഉദ്ധരിച്ച് മുന്നോട്ട് വന്നത്. ശരിക്ക് മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി കേരള സംരക്ഷണ സമിതി ആയി മുന്നോട്ട് വന്നപ്പം അത് കേരളം മുഴുവൻ അതിനെ ഏറ്റെടുത്തു. കേരളത്തിലെ ഭക്തജനങ്ങൾ, ക്ഷേത്രത്തിലെ ഭക്തരെ, ക്ഷേത്രം ഭരിക്കാനല്ല, ആ ക്ഷേത്രത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന ക്ഷേത്രങ്ങൾ ഉദ്ധരിക്കാനായിരുന്നു. അങ്ങനെ ഉദ്ധരിച്ച 100 കണക്കിന് ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്.
ആ ക്ഷേത്രങ്ങൾ പലതും ദേവസ്വം ബോർഡിൻ്റെ കയ്യിലാണ്. അതൊന്നും നോക്കിയിട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ അതേപോലത്തെ മുന്നോട്ട് വരുന്ന ആളുകൾ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ക്ഷേത്രത്തെ എങ്ങനെ പരിപോഷിപ്പിക്കണം, ആ ക്ഷേത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഹിന്ദു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരണം, അന്ത്യജനും അഗ്രജനും ഇല്ലാത്ത ഒരു സമൂഹം സൃഷ്ടിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളിൽ കൂടി സാധിക്കണം. ക്ഷേത്രങ്ങളിൽ സാമൂഹ്യ ആരാധനയിൽ കൂടി ഞങ്ങൾ ഒന്നാണെന്നുള്ള ബോധം ഉണ്ടാക്കി ഹിന്ദു സമാജത്തിലെ അടിസ്ഥാന വർഗത്തെ ഉയർത്തിക്കൊണ്ടുവരാനും യാതനയും വേദനയും അനുഭവിക്കുന്നവരെ അവർക്ക് സഹായം ചെയ്യാൻ, അവരെ സേവിക്കാൻ, സഹായമല്ല സേവിക്കാനും ക്ഷേത്രങ്ങൾ തയ്യാറാണ്. അപ്പോൾ സാധാരണക്കാരെ ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ക്ഷേത്രങ്ങളിൽ കൂടി സാധിക്കും. അവർക്ക് മതബോധം ഉണ്ടാക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളിൽ കൂടി സാധിക്കും. അവരുടെ മക്കൾക്ക് വിവാഹം നടത്താൻ ക്ഷേത്രങ്ങളിൽ കൂടി സാധിക്കും. ഒരു കാലത്ത് ക്ഷേത്രങ്ങൾ സെൻ്ററാക്കിക്കൊണ്ടായിരുന്നു പുരുഷനും സ്ത്രീയും തമ്മിൽ കണ്ടെത്തിയിരുന്നതും കണ്ടിരുന്നതും യഥാർത്ഥത്തിലുള്ള സത്യസന്ധമായ രീതിയിൽ വിവാഹം നടന്നിരുന്നതും ആ കാലഘട്ടത്തിലാണ്. അതേപോലെ അങ്ങോട്ട് പോകണം എന്നുള്ളതല്ല പറയുന്നത്. നാടിൻ്റെ പുരോഗതി അനുസരിച്ച് ജനങ്ങളിൽ മാറ്റം വരുത്തണം. പക്ഷേ പാവപ്പെട്ടവനെ, കഷ്ടപ്പെടുന്നവനെ അവനും കൂടി ഉയർത്തിക്കൊണ്ടുവരണ്ടേ? ഇതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഹിന്ദു സമൂഹത്തിൽ ചൂഷണം ചെയ്യാൻ പലർക്കും സാധിക്കുന്നത്. ലവ് ജിഹാദ് അടക്കമുള്ള കാര്യങ്ങൾ ക്ഷേത്രോദ്ധാരണം നടക്കാത്തതിൻ്റെ ഫലമായിട്ട് കൂടിയിട്ടാണ്, ബോധവൽക്കരണം നടത്താത്തതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് നടക്കുന്നത്. അത് നടന്നാൽ ഗീതാ ക്ലാസ് നടത്തും, ഭാഗവത ക്ലാസ് നടക്കും, ഇതെല്ലാം അതിന് നടക്കും. അപ്പോൾ ആ നിലയ്ക്ക് ക്ഷേത്രങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഈ ബോർഡല്ലാത്ത പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അത് ആവിഷ്കരിക്കാൻ വേണ്ടി എന്ത് കൊണ്ടുവരണം എന്നുള്ളത് ആലോചിക്കാൻ കേന്ദ്രത്തിൽ ഇന്നത്തെ വെള്ളാപ്പള്ളി അടക്കമുള്ള സോമാരന്മാർ അടക്കമുള്ള അത്തരം ആൾക്കാർ സമ്മർദ്ദം ചെലുത്തണം എന്നാണ് ഇത്തരം ആൾക്കാരോട് അങ്ങോട്ട് പറയാനുള്ളത് വ്യക്തിപരമായിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.